വളരെ ഗൗരവതരമായ തെറ്റിദ്ധരിപ്പിക്കൽ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഒന്ന് ശ്രീ റഫീഖ് പറഞ്ഞതിനോട് ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ. തെറ്റാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നിയമമല്ല. നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഗൈഡ് ലൈൻസിന് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് എക്സിക്യൂട്ടീവ് ഓർഡർ കൊടുക്കാൻ പോലും കഴിയില്ല. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആരാണ്? ഈ മന്ത്രിയെ ഉൾപ്പെടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ ഉൾപ്പെടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ് ഈ നാട്ടിലെ നിയമമെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നത് ആരാണ്? അത് വിശ്വസിച്ചുകൊണ്ട് ജനവിരുദ്ധമായിട്ട് സംസാരിക്കാൻ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഇന്ന് സംസാരിച്ചതും ഇത് തന്നെയാണ്, ഇതേ വാക്കുകളാണ്. ഈ വാക്കുകൾ ഇവർക്കാരാണ് പകർന്നു നൽകുന്നത്? എൻ്റെ ഈ ശ്രീ കെ റഫീഖ് പറഞ്ഞു സെക്ഷൻ 11 നരഭോജി എന്ന് പറയണം, അതായത് മാൻ ഈറ്റർ എന്ന് ഫൈൻഡ് ചെയ്യണമെന്ന് സെക്ഷൻ 11 എവിടെയാണ് മിസ്റ്റർ റഫീഖ് പറയുന്നത്? ഞാനത് വായിച്ച് കേൾപ്പിക്കുക. സെക്ഷൻ 11 അതിങ്ങനെയാണ് പറയുന്നത്: Notwithstanding anything contained in any other law for the time being in force and subject to the provisions of Chapter 4, the Chief Wildlife Warden may, if he is satisfied that any wild animal specified in Schedule 1 has become dangerous to human life or is so disabled or diseased as to be beyond recovery, by order in writing and stating the reasons thereof, permit any person to hunt such animal. Hunt such animal. Shoot എന്ന് പോലും പറയുന്നില്ല. ഹണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് വേറെയാണ്. ഞാൻ അതിലേക്ക് വരാം. Such animal or cause any such animal to be hunted. എവിടെയാണ് മാനീറ്റർ എന്ന് പറയുന്ന, അല്ലെ നരഭോജി എന്ന് പറയുന്ന വാക്ക് പറഞ്ഞിട്ടുള്ളത്? പിന്നെ അതിൻ്റെ പ്രൊവിസോ, ഈ പ്രൊവിസോ അവൻ്റെ 2003 1972 വന്യജീവി സംരക്ഷണ നിയമം ഉണ്ടാക്കുമ്പോൾ പറഞ്ഞത് മനുഷ്യജീവന് അപകടകരമാണ് എന്ന് തോന്നിയാൽ മാത്രം മതി. ഇപ്പോൾ ഒരു ടൈഗർ അത് അതിൻ്റെ ജന്മനാ തന്നെ, അല്ലെങ്കിൽ ഒരു കടുവയോ അല്ലെങ്കിൽ ഒരു പുലിയോ ഒക്കെ ജന്മനാ തന്നെ ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ അത് മനുഷ്യജീവൻ അപകടകരമാണ്. നിങ്ങൾക്കറിയാമല്ലോ 2024 ഫെബ്രുവരി മാസത്തിൽ അജീഷിൻ്റെ മരണം, പടനിലത്തെ അജീഷിൻ്റെ മരണം, അവിടെ കൊടുത്ത വാഗ്ദാനങ്ങൾക്കപ്പുറത്തേക്ക് എന്ത് മുന്നോട്ട് പോയി? ഇവിടെ ഏറ്റവും പ്രധാന പ്രശ്നം ആരാണ് കണ്ണു തുറക്കേണ്ടത് എന്ന് ശ്രീമതി മാധു ചോദിക്കുകയുണ്ടായി മിനിസ്റ്ററോട്. ആരാണ് കണ്ണു തുറക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഇവിടെ ഈ 2 തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന്, ഗൗരവതരമായ തെറ്റിദ്ധരിപ്പിക്കൽ നടത്തുന്ന വനം വന്യജീവി വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറയുന്ന വാക്കുകൾക്ക് മാത്രം ജനപ്രതിനിധികൾ ചെവി കൊടുക്കുന്നു. ഇവിടെ നിയമം നിർമ്മിക്കാൻ യാതൊരു അവകാശവും ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കില്ല. അവർ നിർമ്മിക്കുന്ന നിയമം അവർ നടപ്പിലാക്കുന്നു. അവരുടെ ഗൂഢതന്ത്രങ്ങൾ, അവർക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഗൂഢാലോചനയ്ക്ക് വേണ്ടി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വവും ജനപ്രതിനിധികളും വശംവദരായി പോകുന്നു. നിങ്ങൾ ഈ ജനങ്ങളെ ഒന്ന് വിശ്വാസത്തിലെടുക്കൂ. നിങ്ങൾ ഈ നിയമം ഒന്ന് തുറന്ന് വായിക്കാൻ തയ്യാറാകൂ. ആർട്ടിക്കിൾ 30-ൻ്റെയും ആർട്ടിക്കിൾ 21-ൻ്റെയും, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ മുകളിലേക്ക് എവിടെയാണ് എക്സിക്യൂട്ടീവ് ഓർഡറിന് സ്ഥാനം? ഇനിയും അതും പോകട്ടെ, വന്യജീവി സംരക്ഷണ നിയമം നിർമ്മിച്ചിരിക്കുന്നത് DPSPയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ആർട്ടിക്കിൾ 51A അടിസ്ഥാനത്തിലാണ്. ഭേദഗതി ചെയ്ത് ചേർത്ത ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതല്ലാതെ അതൊന്നും ഫണ്ടമെന്റൽ റൈറ്റ്സിന് മുകളിലേക്ക് പോകില്ല. ഇവിടെ ജീവിക്കാനുള്ള അവകാശത്തിന് മുകളിലേക്ക് കളവും കൃത്രിമവുമായിട്ടുള്ള നിയമത്തിൻ്റെ നൂലാമാലകൾ പറഞ്ഞുകൊണ്ടാണ് ഈ കടുവയെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാനോ ട്രാങ്കുലൈസ് ചെയ്യാനോ ഷൂട്ട് ചെയ്യാനോ അനുവാദമില്ല എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറുഭാഗത്ത് നിൽക്കുന്നത് കഴിവും പ്രാപ്തിയും ശക്തനും വിദ്യാഭ്യാസമുള്ളവരും അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ വളരെ വലിയ ഇൻഫ്ലുവൻസ് ഉള്ളവരുമായ ആൾക്കാർ ഒരു വശത്ത്, അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത, ഒരു നിയമം വായിച്ചാൽ മനസ്സിലാക്കാൻ പോലും കഴിവും പ്രാപ്തിയും ഇല്ലാത്ത സാധാരണ മനുഷ്യരാണ് കൊല്ലപ്പെടുന്നത്. അവർ മറുഭാഗത്ത്. മാധുദ്ദേഹം ചോദിച്ചതുപോലെ തന്നെ ഇവർക്ക് സമരം ചെയ്യാനാണോ സമയം? നിയമം പഠിക്കാനാണോ സമയം? ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. മലയോര മേഖലയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയം, മലയോര മേഖല മാത്രമല്ല, വനം വകുപ്പ് വളരെ ശക്തമായിട്ടുള്ള അധികാരത്തിന്റെ ഇടനാഴികളിൽ വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ വലിയ ഇടപെടലുകൾ നടക്കുന്നു. അതിന് തൃശ്ശൂരിലെ പാവർട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പുഴയെ പോലും വനമായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. പുഴയെ
കേൾക്കാൻ കഴിയുന്നുണ്ടോ? ശരി, ഞാൻ കേട്ടു അഡ്വക്കേറ്റ് ജോണി ജോർജ്. അപ്പോൾ മനുഷ്യന് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത്. അതിന് പരിഹാരം കാണാൻ കഴിയുന്ന, നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പല കാര്യങ്ങളിൽ നിയമ പോരാട്ടത്തിന് പോകാറുണ്ട്. അങ്ങനെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും തടസ്സം നിൽക്കുന്ന, അത് സംരക്ഷിക്കാൻ കഴിയാത്ത നിയമവ്യവസ്ഥ ഈ രാജ്യത്തുണ്ട് എങ്കിൽ, അത് നമ്മുടെ സംസ്ഥാനത്തെ സാഹചര്യത്തിന് വിരുദ്ധമാണ് എങ്കിൽ, നമുക്ക് പ്രതിസന്ധി ഉണ്ട് എങ്കിൽ, മറ്റേതിനേക്കാളും അപ്പുറത്ത് അതിനെ നേരിടാൻ സംസ്ഥാനം ഒറ്റക്കെട്ടായി പോകേണ്ടത് പ്രമേയം പാസ്സാക്കുന്നതിൽ അവസാനിക്കുന്നതല്ല ഉത്തരവാദിത്തം എന്നുകൂടി വിചാരിക്കുന്നു.